കാലത്തിൻ്റെ പ്രവാഹത്തിന് സ്വാഭാവികമായ ഒരു ചാക്രിക ചലനശേഷിയുണ്ട്. മുന്നോട്ട് സഞ്ചരിക്കും, ചിലത് വളരെ വേഗത്തിൽ. ആ മുന്നോട്ട് സഞ്ചരിക്കുന്ന ചില വേഗത്തിലുള്ള സംഭവങ്ങളെ പിന്നീടത് തിരുത്തി സഞ്ചരിച്ച് തിരിക്കുകയും തിരിപ്പിക്കുകയും ചെയ്യും. എല്ലാ ചാനലുകളും, എല്ലാ ധർമ്മപ്രഭാഷകരും, എല്ലാ അതിജീവിതയ്ക്കൊപ്പമുള്ള ആളുകളുമൊക്കെ ആർത്തുല്ലസിച്ച് ആഹ്ലാദിച്ച് അടിവേര് വരെ തോണ്ടി അങ്ങടങ്ങാത്ത ആർത്തിയോടെ ആഴത്തിൽ കുഴിച്ചിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുമോ എന്നതാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം. ആ തിരിച്ചു വരുമോ വരില്ലയോ എന്നത് കാലത്തിൻ്റെ തീരുമാനമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ജനങ്ങളുമൊക്കെ തീരുമാനിക്കേണ്ടതാണെന്ന് പറയാം. പക്ഷേ നിയമപരമായ വിധിന്യായങ്ങൾ സൂചിപ്പിക്കുന്നത് പല ആഘോഷങ്ങളും, പല പ്രഭാഷണങ്ങളും, പല ചിന്തകളും, പല സംഗതികളും ആസൂത്രിതമായിരുന്നോ എന്നാണ്. അത്രമേൽ നമ്മളെപ്പോലും പല ഘട്ടങ്ങളിലും ആശങ്കപ്പെടുത്തി. കാരണം വൃദ്ധരായവർ മുതൽ അങ്ങ് ബാലികാ ബാലന്മാർ വരെ, IAS ഉദ്യോഗസ്ഥർ മുതൽ സാധാരണ സ്ത്രീകൾ വരെ ഇയാൾ തൊടാത്തതെവിടെയുമില്ലെന്നും എല്ലായിടവും എല്ലാ തരത്തിലും ചെയ്തുവെന്നും ധാർമ്മികതയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ പറയുമ്പോഴും ഗർഭചിത്രം നടത്തിപ്പിക്കാമോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെയാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഇപ്പതേ പലതും തിരിച്ചു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ ഗർഭഛിദ്രം ഉഭയസമ്മതപ്രകാരമാണെന്ന് സൂചിപ്പിച്ച് ഹൈക്കോടതി ഉത്തരവ് വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്ന് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. മുൻകൂർ ജാമ്യ ഉത്തരവിലാണ് നിർണായക പരാമർശം. ക്രൂരമായ പീഡനത്തിനിരയായ ഒരാൾ വീണ്ടും അതേ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നത് അവിശ്വസനീയമാണ്. ഇത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. ബന്ധം തകരുമ്പോൾ അത് പീഡന കേസായി മാറ്റുന്ന പ്രവണത ശരിയല്ല. ഇക്കാര്യം അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഗോപിക അരവിന്ദ് വിവരങ്ങൾ നൽകും. ഗോപിക, പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്, നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഉത്തരവിലുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ നിർബന്ധിത ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ രാഹുലിനെതിരെയുണ്ട്. പക്ഷേ അതെല്ലാം നിലനിൽക്കില്ല എന്ന തരത്തിലുള്ള നിരീക്ഷണമാണോ കോടതിയിൽ നിന്നുണ്ടായത്? അതെ, ഉറപ്പായും ദിവ്യ, അതിജീവിതയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം രാഹുലിന് ലഭിച്ചത്. ഇതിനെ തുടർന്നുള്ള ഉത്തരവിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് അതിജീവിതയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഉണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു എന്ന് മുൻപും ഇത് കേസ് പരിഗണിക്കവേ തന്നെയും കോടതി ഇത്തരത്തിലുള്ള ഒരു സംശയങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു. എന്നാൽ നിർബന്ധിത ഗർഭചിത്രമാണ് നടത്തിയതെന്നായിരുന്നു അതിജീവിതയുടെ വാദം. എന്നാൽ അത്തരത്തിലുള്ള ഒരു നിർബന്ധിത ഗർഭചിത്രം അല്ലെന്നും അതിൽ രണ്ടുപേരുടെയും ഉഭയസമ്മത പ്രകാരം തന്നെയാണ്, രണ്ടുപേരുടെയും സമ്മതപ്രകാരം തന്നെയായിരുന്നു ഗർഭചിത്രം നടന്നതെന്നാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഈ ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൽ പറയുന്നത് പ്രകാരം ഇരുവരുടെയും വാട്സപ്പ് ചാറ്റിൽ നിന്നും ഇത് സമ്മതപ്രകാരം തന്നെയാണ് ഈ പ്രഗ്നൻസി അബോർഷൻ നടന്നതെന്നും അവര് മരുന്ന് കഴിച്ചതെന്നും ഉള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നത്. അതായത് രാഹുലിന്റെ സുഹൃത്താണ് ഈ പരാതിക്കാരിക്ക് ഈ മരുന്ന് കൊടുക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇവർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ മരുന്ന് ലഭിച്ചതെന്നാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നത്. ഈ ഇരുവരുടെയും വാട്സപ്പ് ചാറ്റിൽ നിന്നും വ്യക്തമാകുന്നത് അത്തരത്തിലുള്ളൊരു കാര്യമാണെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഇരുവരുടെയും ഒരു ബന്ധം മുൻപ് തന്നെ ഹൈക്കോടതി ഇത്തരത്തിലുള്ളൊരു സംശയം, ഈ ബലാത്സംഗ കേസ് രാഹുലിനെതിരെ ഉന്നയിച്ച ഒരു സമയത്ത് തന്നെ ഹൈക്കോടതി അത്തരത്തിലൊരു സംശയം ഉന്നയിച്ചിരുന്നു. അതായത് ബലാത്സംഗം കോവിഡ് കാലത്ത് മനുഷ്യരുടെ ഇടയിൽ ഒരു വാർത്താ ഭീകരത സൃഷ്ടിച്ചതുപോലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആ കേസിൻ്റെ സന്ദർഭങ്ങളിൽ കേരളത്തിലാകെ സൃഷ്ടിച്ച ഒരു വാർത്താ ഭീകരത. ചാനലുകൾ തോറും പുതിയ പുതിയ വിവരങ്ങൾ പോലെ കിളിനാദം പോലെയുള്ള ശബ്ദം കേട്ട അരുൺകുമാർ മുതൽ ധാർമ്മികത എടുത്തിട്ടലക്കിയ നിഷാദ് റാവുത്തർ അടക്കം തൊട്ടതും തൊടാത്തവരുമായ എല്ലാവരും കത്തിച്ചുവിട്ട അസ്ത്രങ്ങളൊക്കെയും വെറും എലിവാണങ്ങളായിരുന്നു എന്ന് ഹൈക്കോടതി സൂചിപ്പിക്കുന്നുവെന്നാണ് ഈ വാർത്തയിലൂടെ ഇതേ പ്ലാറ്റ്ഫോമിലടക്കം ഇതേ ചാനലിലടക്കം ആഘോഷിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ഗർഭചിത്രത്തിൻ്റെ ഗുളിക കണ്ടുപിടിച്ച സ്ഥലവും ആശുപത്രിയുടെ സ്ഥലവും ഉണ്ടാക്കിയ മരുന്ന് കമ്പനിയും വരുന്ന കാറിൻ്റെ രേഖാചിത്രവും അടക്കം മണിക്കൂറുകൾ ഇടവിട്ട് ചർച്ച ചെയ്ത് അത് മുഴുവൻ വാരി ഉചിതമായി ഭക്ഷിച്ചതാണ് ഒരുപാട് ആളുകൾ. തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് ധാർമ്മികതയുടെ അളവുകോലിൽ തൂക്കിയാണെങ്കിൽ അത് പ്രത്യേകം തൂക്കാം. അങ്ങനെ തൂക്കുമ്പോൾ ആരുടെയൊക്കെ തല ഉരുളുമെന്നുള്ളത് കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പറഞ്ഞവരും പറയിപ്പിച്ചവരും വായിക്കുന്നവരും വായിക്കാത്തവരും സംപ്രേഷണം ചെയ്യുന്നവരും അല്ലാത്തവരുമായ ഒരു കൂട്ടം ആളുകൾ. എം എൻ കാരശ്ശേരിയെപ്പോലെ സാഹിത്യവല്ലരിയിൽ ഊഞ്ഞാലാടുന്നവർ പോലും
ധാർമ്മികതയുടെ വലിയ പ്രഭാഷണം നടത്തുമ്പോൾ ഈ ധാർമ്മികതയൊക്കെ പലപ്പോഴും ചാനലുകളിൽ മാത്രമേ പറയാൻ കഴിയൂ എന്നതാണ് വളരെ നഗ്നമായ ഒരു സത്യം. സ്വന്തം കുടുംബത്തിലും സ്വന്തം മക്കളിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഞാനടക്കമുള്ളവരുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നിടത്ത് ധാർമ്മികതയൊക്കെ അതിൻ്റെ വഴിക്ക് മറ്റൊരു തലത്തിലേക്ക് പോകും. ആ ധാർമ്മികതയ്ക്കപ്പുറത്ത് അതവിടെ ഇരിക്കട്ടെ, അത് ഓരോരുത്തരുടെയും വ്യക്തിപരമാണ്, അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാം. അതിനപ്പുറത്തെ നിയമലംഘനങ്ങളും ക്രൂരമായ കുറ്റകൃത്യങ്ങളും അതിനപ്പുറത്തെ പീഡനങ്ങളും 10-15 വർഷം തടവ് ശിക്ഷ വിധിക്കാവുന്ന കുറ്റകൃത്യങ്ങളും ഒക്കെയാണ് നിരത്തിവെച്ച് ഇത്ര വലിയ മസാല കച്ചവടം നടത്തിയത്. ആ മസാല കച്ചവടത്തിനൊടുവിൽ കോടതികൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതാണൊരു സത്യം. അപ്പോൾ രാഹുൽ പലതവണ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അനുകൂലിച്ചവർ പറഞ്ഞതുപോലെ, ഇതിൽ വ്യക്തമായ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നോ? ഏതൊക്കെ, എവിടൊക്കെ, ആരൊക്കെയായിരുന്നു ആ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നത്? അവരുടെ ലക്ഷ്യമെന്തായിരുന്നു? ആ ലക്ഷ്യത്തിനപ്പുറം ഇതിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം പരസ്പരം ഇഷ്ടം തോന്നി, കഴിവോ മിടുക്കോ അല്ലെങ്കിൽ അതിനപ്പുറത്ത് ആകാരഭംഗിയോ സ്നേഹമോ അല്ലെങ്കിൽ വേറെന്തൊക്കെയോ ദാഹിച്ചോ കൊതിച്ചോ പരസ്പരം കൈകോർത്തു പിടിച്ച ശേഷം പലതരത്തിലുള്ള കഥകൾ മെനഞ്ഞ് ഗർഭചിത്രം നടത്തിയ ഭ്രൂണം ഫ്രീസറിലും ഫ്രിഡ്ജിലും വെക്കുന്നു എന്ന തരത്തിൽ വരെ ചിത്രീകരിച്ച് പലതും പറഞ്ഞു കൂട്ടിയതിൽ ഇനി എന്തൊക്കെയാണ് കളവായിട്ടുള്ളതെന്ന് വരും ദിവസങ്ങളിൽ പറയേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാനുള്ളത്, നിങ്ങളുടെ എതിരാളികൾ ആഗ്രഹിച്ച ലക്ഷ്യം അല്ലെങ്കിൽ ആ ഇഷ്ടം പൂർത്തിയായി കഴിഞ്ഞു. നിങ്ങളിനി എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ പറയാനോ പുറത്തുവിടാനോ ബാക്കിയുണ്ടെങ്കിൽ അത് ഇതുപോലെ അകത്തെങ്കിലും പുറത്തുവിട്ട് കോടതി പരാമർശങ്ങളെങ്കിലും നിങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഏതായാലും ഇപ്പോൾ ഈ വന്ന വിധി പ്രകാരം, ഈ കേട്ട വാർത്തകൾ പ്രകാരം ഇത് ഉഭയകക്ഷി പ്രകാരമായിരുന്നുവെന്നും ഗർഭചിത്രം പോലും രണ്ടുപേരുടെയും സമ്മതത്തോടെ ആയിരുന്നുവെന്നുമാണ് വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നാണ് ഈ വാർത്തയിൽ കാണുന്നത്. ബാക്കി നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണാം.